പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ഫ്രൈഡേ സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ രസകരമായിട്ടുള്ളൊരു കാഴ്ച കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ലഞ്ചിന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നൊന്നുമില്ല. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതൊക്കെ ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ സമയം തന്നെ ചിക്കനും ഞാനിവിടെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5-8 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സവാളയിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ വരെ പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാലപ്പൊടികളെല്ലാം ഹോം മെയ്ഡാണ്. ഞാൻ ഒരു മസാലപ്പൊടിയും പാക്കറ്റിലുള്ളത് വാങ്ങിക്കാറില്ല. ഒക്കെയും ഞാൻ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മസാലപ്പൊടികളൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോയും ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കണം. ഇതേ സമയം ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മസാലയും 3 വിസിലിന് ശേഷം ഞാനിവിടെ ഓഫ് ചെയ്തിട്ട് തുറന്നെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നന്നായിട്ട് ഈ തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടാണ് മസാല വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി വേവിച്ചെടുത്ത ചിക്കൻ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഫ്രൈ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി തയ്യാറാക്കിയെടുക്കുമ്പോൾ അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയ ചിക്കനിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഒരു 4-5 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് വരുള്ളൂ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കിച്ചണിൽ ഫാൻ ഇട്ടത് കൊണ്ടാണ് ഇതുപോലെ ക്യാമറയിലേക്ക് നന്നായിട്ട് പുക വരുന്നത്. അപ്പോൾ കുറച്ച് മല്ലിയിലയും ഒരു പകുതി ലെമൺ ജ്യൂസ് കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഗീ റൈസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, കാരണം ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടതാണല്ലോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗീ റൈസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതും ഞാൻ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ ഗീയും ഇട്ട് കൊടുത്തിട്ട് ആദ്യം കുറച്ച് സവാളയും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ ഓയിലിലോട്ട് തന്നെ കുറച്ച് ഓയിൽ കുറവായതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പകുതി സവാള കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് തിളച്ച് വരുന്ന സമയത്ത് അരി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഇതേ സമയം തന്നെ ഞാൻ മറ്റൊരു പ്രഷർ കുക്കറിൽ കുറച്ച് പാലട പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടേനു. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, എനിക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ ഏട്ടത്തിയുടെ മോളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടേനു. അപ്പോഴേക്കും ഗീ റൈസ് റെഡിയായിട്ട് ഞാനിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല.
അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയാൽ മതിയേ. ബിരിയാണി സെറ്റ് ചെയ്തെടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ചൂടുപാത്രത്തിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മുകളിൽ നമ്മളെ കാഷ്യൂ നട്ട്സും സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കാം. ഇതേ സമയം പ്രഷർ കുക്കറിൽ നിന്നും പാലട ഞാനൊരു കടായിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാലട പായസം മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. ഇതും ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചോറ് കഴിക്കാൻ വേണ്ടി പോയെന്ന്. ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാൻ ചമ്മന്തിയും അതുപോലെ തന്നെ അച്ചാർ, സലാഡ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേനു. കൂടെ തന്നെ നമ്മുടെ പാലടയും സെർവ് ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാ, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലൊന്ന് പോയിട്ടുണ്ടേനു. അപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ 100 കണക്കിന് കുരങ്ങന്മാർ വന്നിട്ട് എല്ലാ വിളകളും നശിപ്പിക്കുന്നത്. മാസത്തിൽ 2-3 തവണയാണ് അവിടെ ഇതുപോലെ 100 കണക്കിന് കുരങ്ങന്മാർ വരുന്നത്. അപ്പോൾ ഞാൻ പോയ സമയത്ത് വന്നിട്ടുണ്ടേനു, അന്നും പിറ്റേ ദിവസവും വന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഒരു വിളകളും ബാക്കി വെക്കുന്നില്ല. പച്ചക്കറി പോലും നടാൻ വേണ്ടിയിട്ട് അവർക്കിപ്പോൾ ഭയങ്കര മടിയാണ്. ചേമ്പ്, കപ്പ, ഇളനീർ, അതുപോലെ തന്നെ വാഴക്കുല, കൂമ്പ്, കറിവേപ്പില വരെ അവർ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധനവും അവിടെ വിളകൾ വെക്കുന്നില്ല. അത് കാരണം അവർക്ക് എല്ലാം നടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഭയങ്കര മടിയാണ്. 1-2 അല്ല, 100 കണക്കിന് കുരങ്ങന്മാരാണ്. നമ്മൾ ശരിക്കും വയനാട്ടിലൊക്കെ പോയ ആ ഒരു ഫീലായിരുന്നു. ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒന്നും പറയണ്ട. വൈകിട്ട് വരെ അവരുണ്ടാവുകയും ചെയ്യും. രാവിലെ ഒരു 10 മണി 11 മണി സമയത്ത് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിക്കും 6 മണിക്കും ഒക്കെയാണ് ഇവർ തിരിച്ചു പോകുന്നത്. കണ്ടല്ലോ, ഇങ്ങനെ കുട്ടികൾ കളിക്കുന്നത് പോലെ മുറ്റത്തു നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയും. അതുപോലെ തന്നെയുള്ള വിളകളൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കണ്ടിട്ട് നല്ലൊരു കൗതുകമായിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. വൈകിട്ട് ചായക്കായിട്ട് നമ്മൾ ചോളത്തിൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ചുവന്ന മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളക്, ഒരു പകുതി സവാള ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പണ്ട് സ്കൂളിൽ നിന്നും കഴിച്ച ആ ഒരു ഓർമ്മ പലർക്കും ഉണ്ടാവും. പണ്ട് കാലത്ത് ഒരു 11 മണി സമയത്ത് സ്കൂളിൽ നിന്നും ഇതുപോലെ ചോളത്തിൻ്റെ ഉപ്പുമാവ് കിട്ടാറുണ്ട്. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ഓർമ്മക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ചോളത്തിൻ്റെ പൊടി ആദ്യം തന്നെ ചെറുതായിട്ടൊന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. പുട്ടുപൊടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഉപ്പും ചേർത്തിട്ട് ഒന്ന് നനച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വഴന്ന് വരുന്ന സമയത്ത് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഈ ഒരു ചോളത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പണ്ട് സ്കൂളിൽ നിന്നും ഈ ഒരു ഉപ്പുമാവ് കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കിട്ടാറില്ല. പണ്ട് നമ്മളൊക്കെ പഠിക്കുമ്പോൾ 11 മണി സമയത്ത് ഇൻ്റർവെൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്താണ് ഉപ്പുമാവ് കിട്ടുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. ഇപ്പോഴും അതിൻ്റെ രുചി നാവിലുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോൾ അത്രക്കങ്ങ് ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല, അത്രക്കങ്ങ് പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും നല്ല മധുരമുള്ള കട്ടൻ ചായയുടെ കൂടെ ഒക്കെ ഒരു സ്നാക്കായിട്ട് കഴിക്കാം, അത്രയേ ഉള്ളൂ.
ഇതിൻ്റെ പുട്ട് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഈ ഒരു വെള്ളമൊക്കെ ഡ്രൈ ആകുന്നത് വരെ ഇതുപോലെ കട്ട പിടിച്ച പോലെ തോന്നും. പക്ഷേ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ പുട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പക്ഷേ ഉപ്പുമാവ് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല എനിക്ക്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കലുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇപ്പോൾ പല നാട്ടിലും ഇതുപോലെ വാനരപ്പട ഇറങ്ങിയിട്ട് വിളകളൊക്കെ നശിപ്പിക്കുകയാണ്. കുരങ്ങന്മാരുടെ ശല്യം ഒഴിവാക്കാനുള്ള എന്തെങ്കിലും മാർഗ്ഗമുണ്ടെങ്കിൽ അറിയുന്നവർ അതുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.